ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 2 ദിവസത്തെ വിശേഷങ്ങളുമായിട്ടാണ്. അപ്പോൾ ഇതിൽ ക്ലീനിങ്ങിന് എൻ്റെ വീട്ടിൽ ഡീപ്പ് ക്ലീനിങ്ങിന് ആൾക്കാർ വന്നിട്ടുണ്ടായിന്. അന്നത്തെ ദിവസം അവർക്ക് ഉണ്ടാക്കി കൊടുത്ത ഫുഡും അതുപോലെ തന്നെ ഷോപ്പിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഷെയർ ആക്കുന്നുണ്ട്. പിന്നെ സ്കിൻ കെയറും കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടുവെക്കാം. അന്നത്തെ ദിവസം രാവിലെ തലേദിവസം നമ്മൾ ഷോപ്പ് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിന്. സാധനങ്ങളൊന്നും എടുത്ത് വെച്ചിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ ഡീപ്പ് ക്ലീനിങ്ങിന് ആൾക്കാർ വരുന്നുണ്ടെന്ന്. അതുകൊണ്ട് തന്നെയല്ലേ ഇങ്ങനെ അതിൻ്റെ ഐറ്റംസ് എല്ലാം വാങ്ങിയിട്ടുണ്ടായിന്. അപ്പോൾ ഏതെല്ലാനാന്ന് ഇർഫാന യൂസ് ചെയ്യലെന്ന് കുറേ ആൾക്കാർ എന്നോട് ചോദിക്കലുണ്ട്. കുറേ ഡീറ്റെയിൽസ് ചോദിക്കലുണ്ട്. എല്ലാം എനിക്ക് വീഡിയോ ആയിട്ട് ചെയ്യാൻ ടൈമില്ലാത്തതുകൊണ്ടാണ്, സോറി. എന്താ പറയുക, ഡെയിലി വ്ളോഗ് ഇടണമെന്ന് അറിയുന്നവരുണ്ട്. അതുപോലെ തന്നെ ഷോപ്പിങ്ങും കൂടി ഉൾപ്പെടുത്തണമെന്നും അറിയുന്നവരുണ്ട്. ഷോപ്പിംഗ് ഉൾപ്പെടുത്തുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഷോപ്പിംഗ് വീഡിയോ ഉൾപ്പെടുത്താത്തത്. പിന്നെന്താ, ഞാൻ ക്ലീനിങ്ങിന് അധികം ഡെറ്റോൾ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം കാണിച്ചിട്ടില്ലേ ആ ഒരു ലിക്വിഡാണ് യൂസ് ചെയ്യുക. അത് ഏകദേശം പകുതിയായി. ഇതിപ്പം ക്ലീനിങ്ങിന് 2 ആൾക്കാർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അവർക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. പിന്നെ ഇതാ ഞാനില്ലേ ബട്ടർ പേപ്പർ വാങ്ങലുണ്ട്. ബ്രൗണും വൈറ്റും രണ്ടും വാങ്ങലുണ്ട്. എനിക്ക് എന്താ പറയുക അധികം ആവശ്യമൊന്നും എന്തെങ്കിലും കേക്കും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കുമ്പോൾ. പിന്നെ ടിഷ്യൂ ഇതാണ് കേട്ടോ വാങ്ങൽ. കാര്യമില്ല, നാട്ടിൽ നിന്ന് അധികം ടിഷ്യൂ വാങ്ങുമ്പം നല്ല ക്വാളിറ്റി ഇല്ലാതായിട്ട് എനിക്ക് തോന്നില്ല. പക്ഷേ ഇത് നല്ല ക്വാളിറ്റി ഇല്ലായിട്ട് തോന്നേ. അങ്ങനെ ഇതും എനിക്ക് വീഡിയോസും കാര്യങ്ങളെല്ലാം ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് എന്തെങ്കിലും അറിയും കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ തുണി തന്നെ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിത് വാങ്ങിയിട്ട് വെക്കലുണ്ട്. അങ്ങനെ പിന്നെന്താ, യാഡ്ലിൻ്റെ ഹാൻഡ് വാഷാണ് യൂസ് ചെയ്യൽ. എൻ്റെ വീഡിയോസ് പണ്ട് മുതലേ കാണുന്നവർക്ക് അറിയുണ്ടാവും. എന്നാലും അറിയാത്തവർക്ക് വേണ്ടിക്ക്, ചോദിക്കുന്നവർക്ക് വേണ്ടിക്ക് ഷെയർ ആക്കുന്നതാണ്. ഇങ്ങനത്തെ ഒന്നും വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. പൊതുവേ എനിക്ക് കൂടുതൽ ഇഷ്ടം കുക്കിംഗ് വീഡിയോസ് ചെയ്യാനാണ്. എൻ്റെ ചാനൽ അധികം കുക്കിംഗ് വീഡിയോസും പിന്നെ ഡേ ഇൻ മൈ ലൈഫിൽ ക്ലീനിങ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ആയിരിക്കും. ഷോപ്പിംഗ് അധികം ഞാൻ ഉൾപ്പെടുത്തില്ല. എന്നാലും ഇടയിലെല്ലാം പറയും ഷോപ്പിങ്ങും കൂടി ഉൾപ്പെടുത്തണമെന്ന്. അതുകൊണ്ട് ചെയ്തതാണ്, ഇഷ്ടപ്പെടാത്തവർ വിട്ടെ. അങ്ങനെ പിന്നെന്താ, തലേദിവസം നമ്മൾ കണ്ണൂർ പോയിട്ടുണ്ടായിന്. അപ്പം സാധനങ്ങളും കാര്യങ്ങളെല്ലാം വാങ്ങിയിട്ടുണ്ടായിന്. പിന്നെ അതുപോലെ തന്നെ ഒരു യാത്ര പോകാനുള്ള ഒരുക്കത്തിലാണ്. അതിൻ്റെ ഷോപ്പിങ്ങും കാര്യങ്ങളെല്ലാം ഒക്കെ ചെയ്തിട്ടുണ്ടായിന്. ആ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ആക്കാം കേട്ടോ. പിന്നെന്താ, ലാവൻഡർ എന്താ പറയുക സെൻറ്റുള്ള എല്ലാ ഐറ്റംസും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോപ്പായാലും എല്ലാം എന്താ പറയുക ഹാൻഡ് വാഷ് ആയാലും എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചിട്ട് എല്ലാ മാസവും അതന്നെ വാങ്ങൂല. ഞാനങ്ങനെ വേറെ വേറെ സ്മെല്ലുള്ളത് വാങ്ങലുണ്ട്. കാര്യം നമ്മളൊന്ന് തന്നെ യൂസ് ചെയ്യുമ്പോൾ ആ ഒരു സ്മെല്ല് നമുക്ക് കിട്ടാത്ത പോലെ ഒരു ഫീൽ ഉണ്ടാവില്ലേ. അതുകൊണ്ട് അങ്ങനെ എന്താ പറയുക ബോഡി വാഷും ഷാമ്പൂ പിന്നെന്താ മക്രോണി വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ മക്രോണി എന്നാണ് കേട്ടോ പറയൽ. പിന്നെ കൺമഷി വാങ്ങിയിട്ടുണ്ട്, മസ്കാര വാങ്ങിയിട്ടുണ്ട്. കൺമഷി അധികം ഇത് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യൽ. എനിക്ക് എന്താ പറയുക എപ്പോഴും ഞാൻ കൺമഷി യൂസ് ചെയ്യുന്ന ആളാണ്. പിന്നെ ബുൾഡാക്കിൻ്റെ ഈ ഒരു ന്യൂഡിൽസ് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ പിങ്കാണ് കേട്ടോ ഏറ്റവും ടേസ്റ്റ് ഉള്ളത്. പക്ഷെ പിങ്ക് അവിടെ ഉണ്ടായിട്ടില്ല. പിങ്ക് ഞാൻ ഏതോ വീഡിയോസിലെല്ലാം ഷെയർ ആക്കിയിട്ടുണ്ടായിന്. ഭയങ്കര ടേസ്റ്റാണ്. വാങ്ങി നോക്കാത്തവർ വാങ്ങി നോക്കാം. പിന്നെന്താ ആട്ടപ്പൊടി, പിന്നെ പിങ്ക് സോൾട്ട്. പിന്നെ ഞാൻ ആദ്യമായിട്ട് വാങ്ങിയതാണ് ഈ ഒരു ഇഡ്ഡലി ദോശ പൗഡർ. ടേസ്റ്റ് ഉണ്ടാവുമെന്ന് അറിയില്ല, ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ പറയാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഡ്ഡലിയിലെല്ലാം ഈ പൗഡർ ഇട്ടിട്ട് എന്താ പറയുക ചമ്മന്തിപ്പൊടി ഇട്ടിട്ട് കഴിക്കാൻ വേണ്ടിക്ക്. അതുകൊണ്ട് വാങ്ങിയതാണ്. പിന്നെ ഞാൻ പറയട്ടില്ലേ വീട്ടിൽ സ്കിൻ കെയറിൻ്റെ ഐറ്റംസ് ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ സ്കിൻ കെയറും കാര്യങ്ങളും ഷെയർ ആക്കാണ്ടുന്നത്. ഇപ്പം തേനും കാര്യങ്ങളെല്ലാം വാങ്ങിയിട്ടുണ്ട്. സ്കിൻ കെയറിൽ എനിക്ക് പറയാനുള്ളത്, നമ്മൾ സ്കിൻ കെയർ ചെയ്യാമെന്ന് പറയുമ്പോൾ നമ്മളെ സ്കിന്ന് ഒന്നുകൂടി ഒന്ന് ബെറ്റർ ആക്കുക, സ്കിന്നിന് ഒന്ന് ഹെൽത്തി ആക്കുക എന്നുള്ളതാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് നമ്മൾ സ്കിന്ന് ഭയങ്കര വെളുക്കുക അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നത്. നമ്മൾ ഉള്ള ആ ഒരു ടോൺ ഉണ്ടാവില്ലേ, ഉള്ള ഒരു സ്കിൻ ഉണ്ടാവില്ലേ, കളർ ഉണ്ടാവില്ലേ, അതൊന്ന് നിലനിർത്തുക, അതുപോലെ ഒന്ന് ഹെൽത്തി ആക്കുക. അങ്ങനെ അതിൻ്റെ ടിപ്സും കാര്യങ്ങളും ഞാൻ ഷെയർ ആക്കാം. പിന്നെ നെസ്റ്റോയിൽ പോയി കഴിഞ്ഞാൽ അധികം ആൾക്കാരും ഈ ഒരു അവക്കാഡോ എടുക്കുമ്പം അധികം ആളും ഞാൻ ശ്രദ്ധിക്കലുണ്ട്. അധികം ആൾക്കാർക്കും എടുക്കാൻ പേടിയാണ്, ഇത് പഴുക്കുമോ എന്നുള്ള ഒരു പേടിയുണ്ട്. പക്ഷേ നമ്മളിങ്ങനെ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ഇത് 2-3 ദിവസം കൊണ്ട് നല്ല ഫ്രഷ് ആയിട്ട് അടിപൊളിയായിട്ട് പേർത്തിട്ടും. സാധാരണ നമ്മൾ ഫ്രൂട്ട്സിൻ്റെ ഇടയിൽ നിന്നെല്ലാം വാങ്ങുന്ന അവക്കാഡോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉൾഭാഗം ഒന്ന് കളർ ചേഞ്ച് ആയിട്ടല്ലേ ഉണ്ടാവുക, ബ്ലാക്ക് കളറെല്ലാം അടിക്കൂലേ. ഇതങ്ങനെയല്ല, നല്ല ഗ്രീൻ ആയിട്ട് തന്നെ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും കേട്ടോ. വാങ്ങാത്തവർ വാങ്ങി നോക്കിക്കോ. കാര്യമില്ല, ഇപ്രാവശ്യം ഞാൻ വാങ്ങാൻ പോയാൽ 2-3 പെൺകുട്ടികളുണ്ടായിട്ടുണ്ടായിന്. അവരിങ്ങനെ
ഇങ്ങനെ സംശയത്തിലാന്നുള്ള ഇത് വാങ്ങണോ വേണ്ടയോ. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു വാങ്ങിക്കോ, അടിപൊളിയാന്ന്. ഇനിയിപ്പം സ്കിൻ കെയറും അറിയാം. ഞാനിതൊരു പ്രാവശ്യം കാണിച്ചിട്ടുണ്ടായിന്. തൈരാണ് കേട്ടോ. നമ്മളില്ലേ ഇപ്പം നല്ല വെയിലത്തെല്ലാം പോയിട്ട് വന്നു കഴിഞ്ഞാൽ തൈര് തേക്കലും നല്ലതാണ്. ഇതെൻ്റെ ടീച്ചർ നമ്മൾ 9th പഠിക്കുന്ന സമയം പറഞ്ഞൊരു കാര്യമാണ്. കാര്യം നമ്മൾ മാടായിപ്പാറയിലാണ്. അപ്പം സ്പോർട്സ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ടീച്ചർ അറിയും തൈര് തേച്ചാൽ മതി, നല്ലതാണ്. വെയിൽ കൊണ്ട് ആ ഒരു കരിവാളിപ്പും കാര്യങ്ങളും പോകും. തൈര് വെറുതെ അപ്ലൈ ചെയ്യലിന് നല്ലതാണ് കേട്ടോ ഫേസിൽ. അതുപോലെ തന്നെ നമുക്കിപ്പോൾ മുഖക്കുരും കാര്യങ്ങളിലും ഉള്ളവരാണെന്നുണ്ടെങ്കിൽ, പിമ്പിൾസും കാര്യങ്ങളിൽ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തൈരിൻ്റെ കൂടെ ഈ ഒരു കടലമാവില്ലേ അതും കൂടി മിക്സ് ആക്കിയിട്ട് മുഖത്ത് പുരട്ടിക്കഴിഞ്ഞാൽ, മുഖത്ത് പുരട്ടാം. എന്നിട്ടൊരു 15 മിനിറ്റ് വരെ ഡ്രൈ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഡ്രൈ ആയിക്കഴിഞ്ഞാൽ നല്ല തണുത്ത വെള്ളം യൂസ് ചെയ്തിട്ട് കഴുകിക്കളയുക. അതുപോലെ തന്നെ മുഖത്ത് പുരട്ടി കഴിഞ്ഞിട്ടില്ലേ ഒന്ന് മസാജ് കൊടുക്കുന്നതും നല്ലതാണ്. മസാജ് ചെയ്തിട്ട് വീണ്ടും നല്ല വൃത്തിക്ക് അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഡ്രൈ ആവുന്നത് വരെ ഫാനിന് എന്താ പറയുക, ചില ആൾക്കാരിങ്ങനെ ഫേസ് പാക്കും കാര്യങ്ങളെല്ലാം ഇട്ട് കഴിഞ്ഞാൽ ഫാനിൻ്റെ മുമ്പിൽ നിന്നിട്ട് അത് ഡ്രൈ ആക്കാൻ ശ്രമിക്കലുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് എന്താ പറയുക, നാച്ചുറലായിട്ട് തന്നെ ഡ്രൈ ആയിട്ട് വരണം. ആ ഒരു ടൈമിൽ നമുക്ക് കുക്കിങ്ങും കാര്യങ്ങളും ക്ലീനിങ്ങും എല്ലാം ചെയ്യാൻ പറ്റും. പിന്നില്ലേ, ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര സ്കിൻ കെയർ ചെയ്യുന്ന ആളൊന്നുമല്ല. എന്നാലും എൻ്റെ മുഖത്ത് പിമ്പിൾസും കാര്യങ്ങളെല്ലാം ഉണ്ടായ ഒരു ടൈം ഉണ്ടായിട്ടുണ്ടായിന്. ആ ഒരു ടൈം എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു കടലമാവും തൈരും. ഇത് എനിക്കൊരു ആൾ പറഞ്ഞു തന്ന ടിപ്പ് തന്നെയാണ്. നമ്മളെ സ്കിന്ന് ഒന്നുകൂടി നല്ലൊരു എന്താ പറയുക ഹെൽത്തി ആവാനും നല്ല ഒന്നുകൂടി കളറൊന്ന് ഇമ്പ്രൂവ് ചെയ്യാനെല്ലാം ഇത് ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ചെയ്തു നോക്കാത്തവർ ചെയ്തു നോക്കുക. പിന്നിൽ എനിക്കൊരു കാര്യം ഷെയർ ആക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പണ്ട് ഒരു വർഷം മുന്നേ ഒരു സ്കിൻ കെയർ വീഡിയോ ചെയ്തിട്ടുണ്ടായിന്. അന്നേരം എൻ്റെ ഉപ്പാൻ്റെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ടായിന്. അന്നേരം എൻ്റെ ഒരു കസിൻ എന്നോട് പറഞ്ഞ, എടീ നിൻ്റെ കൈ ഇത്ര നിറം നീ ഇതെല്ലാം പറ്റിയിട്ടാണോ എന്ന് അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിന്. ഞാനും ഇപ്പം അത് ചെയ്യാൻ തുടങ്ങിയെന്ന്. പിന്നിൽ എനിക്ക് പറയാനുള്ളത്, സ്കിൻ കെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്കിന്ന് ഭയങ്കര വെളുക്കുക അങ്ങനത്തെ സംഭവമല്ല. നമ്മളെ സ്കിന്നൊന്ന് ഹെൽത്തി ആവാനാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. നിറം എന്ന് പറയുന്നത് അത് നമുക്ക് ജന്മനാ കിട്ടുന്ന കാര്യങ്ങളാണ്. പക്ഷേ നമ്മളതിനെ കെയർ ചെയ്യുന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു സംഭവം തേച്ചെന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര വെളുക്കോ കാര്യങ്ങളോ ഇല്ല. നമുക്കുള്ള ഒരു സ്കിന്നൊന്ന് മെച്ചപ്പെടും, ഹെൽത്തി ആവും, അത്രമാത്രമാണ് കാര്യം. എനിക്കങ്ങനെ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ തൊട്ടടുത്ത് അറിയുന്ന ആൾ, നമ്മൾ ഡെയിലി കാണുന്ന ആൾക്കാർ പോലും തെറ്റിദ്ധരിക്കും. നമ്മളിങ്ങനെ സ്കിൻ കെയറും കാര്യങ്ങളും ചെയ്യുമ്പോൾ അത് തേച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാവും, ഇത് തേച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വെളുക്കും. വെളുപ്പ് എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. വെളുപ്പ് എന്ന് വെച്ചാൽ നമുക്ക് ജന്മനാ കിട്ടുന്ന കാര്യമാണ്. വെളുപ്പ് നല്ലത്, കറുപ്പ് മോശം അങ്ങനെയല്ല. നമ്മളെ ഉള്ള സ്കിന്ന് ഹെൽത്തി ആക്കുക. അത് വെളുത്തതായാലും നിറം കുറഞ്ഞതായി കഴിഞ്ഞാലും ഹെൽത്തി ആയിട്ട് കാണുമ്പോൾ ഒരു ഭംഗി കൂടുതലായിരിക്കും അല്ലേ. പിമ്പിൾസും കാര്യങ്ങളും ഇല്ലാണ്ട് എന്താ പറയുക, ഡാർക്ക് സർക്കിൾസ്, അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷന് കാര്യങ്ങൾ അതെല്ലാം കുറഞ്ഞിട്ട് നമ്മുടെ സ്കിന്നൊന്ന് ഹെൽത്തി ആവുന്നതാണ് കേട്ടോ. ഈ ഒരു സംഭവം തേച്ചെന്ന് വിചാരിച്ച് നമ്മളെ കൈ ഭയങ്കര വെളുക്കുക കാര്യങ്ങൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ ഡൗട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ചില കാര്യങ്ങൾ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ എന്താ പറയുക നമ്മൾ പറയുന്നതിൽ വ്യത്യസ്തമായിട്ട് വരും. ആ കാര്യം ഞാൻ ക്ലിയർ ആക്കാം. എനിപ്പില്ലേ, കടലമാവ് നമുക്ക് മുഖക്കുരു കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നല്ലതാണ്. എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടായിന്. അതുപോലെ തന്നെയില്ലേ, രണ്ടാമതെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും പോകണം, അങ്ങനെ ഒന്ന് സ്കിന്നൊന്ന് നല്ലൊരു ഫ്രഷ് ആയിട്ട് ഉണ്ടാവണമെന്നെല്ലാം ഉണ്ടെങ്കിൽ അരിപ്പൊടിയില്ലേ, നമ്മൾ പത്തിരിയെല്ലാം ചുടുന്ന അരിപ്പൊടിയും തൈരും കൂടി മിക്സ് ആക്കിയിട്ട് മുഖത്ത് ഒന്ന് മസാജ് ചെയ്യുക. മുഖം ഒന്ന് കഴുകുക, എന്നിട്ടൊന്ന് മസാജ് ചെയ്യുക. എന്നിട്ട് ഡ്രൈ ആവാൻ വെക്കുക ഒരു 15 മിനിറ്റ്. അതിൽ കൂടുതൽ നിൽക്കാൻ പാടില്ല. ഡ്രൈ ആവുന്ന ടൈമിൽ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മൾ മുഖം തൂങ്ങി വലിയുമെന്നെല്ലാം പറയും. അപ്പോൾ സംസാരിക്കാണ്ട് അങ്ങനെ നിൽക്കുക. എന്നിട്ട് നല്ല തണുത്ത വെള്ളം വെച്ചിട്ട് കഴുകിയെടുക്കുക. അതുപോലെ തന്നെയില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫേസ് പാക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തക്കാളിയും അരിപ്പൊടിയും തൈരും. ഒരു മുറി തക്കാളിയില്ലേ കട്ട് ചെയ്തിട്ട് കുറച്ച് സമയം വെക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു സ്പൂണ് തൈര്, കുറച്ച് അരിപ്പൊടി, പിന്നെ തക്കാളി ജ്യൂസാക്കിയതാണ്, ഒരു പകുതി തക്കാളി ജ്യൂസാക്കിയതാണ്. അതും കൂടി മിക്സ് ആക്കിയിട്ട് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, മുഖത്ത് പുരട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര റിസൾട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്യലുണ്ട്. ഇതും ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര വെളുക്കുക എന്നുള്ളതല്ല. നമ്മൾ ആ ഒരു സ്കിൻ ഉണ്ടാവില്ലേ, നമ്മളിപ്പം അത്യാവശ്യം ഒരു മോശമില്ലാത്ത ഒരു കളറുണ്ടാവും. അത് നമ്മൾ ജനിക്കുമ്പോൾ നല്ലൊരു സ്കിന്നായിരിക്കും നമുക്ക് ഉണ്ടാവുക. അതിപ്പം വെയിൽ കൊണ്ടിട്ടും പൊടി കൊണ്ടിട്ടും ടെൻഷൻ കൊണ്ടും കാര്യങ്ങൾ കൊണ്ടെല്ലാം നമ്മളെ സ്കിന്ന് മോശമാവും.
പിമ്പിൾസ് വരും, ഡാർക്ക് സർക്കിൾസ്, അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷനും കാര്യങ്ങളും വരും. അങ്ങനെ ആ ഒരു സമയം നമ്മളെ സ്കിന്നിനെ ഇതുപോലെ കെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാറി നമ്മൾ ജനിക്കുമ്പോൾ എങ്ങനെയാണെന്നുള്ള ആ ഒരു കളറ്, ആ ഒരു ഫ്രഷ് ആയിട്ടുള്ള ആ ഒരു സ്കിൻ ടോൺ നമുക്ക് ഉണ്ടാവുന്നതാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഇനിയിപ്പില്ലേ നമുക്ക് തൈരും തക്കാളിയും കാര്യങ്ങളും ഇങ്ങനെ തന്നെ ഡയറക്റ്റായിട്ട് മുഖമൊന്ന് കഴുകിയിട്ട് അപ്ലൈ ചെയ്യാം. അതല്ലാണ്ട് കൂടുതൽ റിസൾട്ട് കിട്ടാൻ വേണ്ടിക്ക് ഞാനൊരു സ്ക്രബും കൂടി പറഞ്ഞുതരാം. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തേൻ എടുക്കുക, അതുപോലെ തന്നെ പഞ്ചസാരയും എടുക്കുക. ആ ഒരു വീഡിയോ ഞാൻ ഷെയർ ആക്കാം. അതിനു മുമ്പായിട്ട് ഇത് അപ്ലൈ ചെയ്യുന്നതും കൂടി ഞാൻ കാണിച്ചു തരാം. മുഖമൊന്ന് നല്ലോണം കഴുകുക. എന്നിട്ട് ഒന്നെങ്കിൽ സ്ക്രബ് യൂസ് ചെയ്തിട്ടില്ല എന്നെങ്കിൽ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് കഴുകുക. എന്നിട്ടില്ലേ ഇത് മുഖത്തിലേക്ക് പറ്റിക്കൊടുക്കുക. ഡ്രൈ ആയിക്കഴിഞ്ഞാൽ കഴുകിക്കളയുക. തണുത്ത വെള്ളം യൂസ് ചെയ്തിട്ട് കഴുകിക്കളയുക. നിങ്ങൾ ഒരു ദിവസം യൂസ് ചെയ്തതിനാൽ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് മനസ്സിലാവും കേട്ടോ. ആഴ്ചയിൽ 2 പ്രാവശ്യം ചെയ്യുക. അങ്ങനെ ഇനിയിപ്പം സ്ക്രബ് ചെയ്യുന്നത് കാണിക്കുക. ഇത് യൂസ് ചെയ്യും മുമ്പേ വേണം നമ്മൾ സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട്. മുഖം ഒന്ന് കഴുകുക. എന്നിട്ട് ഒരു തക്കാളി എടുക്കുക. അതിലേക്ക് പഞ്ചസാരയും തേനും ഇതുപോലെ ചെയ്തെടുക്കുക. എന്നിട്ടില്ലേ മുഖത്ത് നല്ലോണം ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കുക. എന്താ പറയുക, ഞാനിതിൽ കാണിക്കാം. ഞാൻ ഇപ്പോൾ എൻ്റെ ഫേസിൽ സ്ക്രബ് ചെയ്യുന്നതൊന്നും കാണിക്കുന്നില്ല, കയ്യിൽ തന്നെ കാണിക്കാം. ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ കയ്യിലൊന്നും ചെയ്യാത്ത ഒരാളാണ് കേട്ടോ. പക്ഷേ എനിക്ക് ഫേസ് കാണിക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കയ്യിൽ ചെയ്ത് കാണിക്കുന്നതാണ്. ഇതും നല്ല റിസൾട്ട് തരുന്നതാണ് കേട്ടോ. ആദ്യം സ്ക്രബ് ചെയ്യുക, എന്നിട്ട് കഴുകിക്കളയുക. അതിനുശേഷം ഈ ഒരു തക്കാളിയും അരിപ്പൊടിയും തൈരും തമ്മിലുള്ള പാക്കില്ലേ അത് മുഖത്തിട്ട് കൊടുക്കുക. അപ്പോൾ അത് മുഖത്തിട്ട് കൊടുക്കുന്നതിന് മുന്നേ നമുക്ക് ഈ ഒരു സ്ക്രബ് ചെയ്തിട്ടില്ലേ ഒന്ന് സ്റ്റീം ചെയ്യുന്നത് നല്ലതാണ്. ഒരു 15 ദിവസം കൂടുമ്പോൾ നമ്മുടെ മുഖം ഒന്ന് സ്റ്റീം ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ആവി ഒളിക്കുന്നത് നല്ലതാണ്. അപ്പം വിയർക്കുമ്പം എന്താ പറയുക, കുറച്ചുകൂടി നമ്മുടെ പോസും കാര്യങ്ങളെല്ലാം ഓപ്പണായിട്ട് ഈ ഒരു പാക്ക് ഇടുമ്പം കുറച്ചുകൂടി റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ ഇതാ ഞാനില്ലേ ആ ഒരു സ്ക്രബ് ചെയ്ത ശേഷം കഴുകിക്കളഞ്ഞ്, എന്നിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലൊന്ന് മുഖം ആവി ഒളിക്കുക, സ്റ്റീം ചെയ്തെടുക്കുക. എന്നിട്ടില്ലേ ഇതിലേക്ക് ഈ ഒരു പാക്ക് അരിപ്പൊടിയും തൈരും തമ്മിലുള്ള പാക്ക് പറ്റിക്കൊടുക്കുക. എന്നിട്ട് ഡ്രൈ ആകുന്നവരെ വെയിറ്റ് ചെയ്യുക. എന്നാലും നല്ല റിസൾട്ട് ആയിരിക്കും. പിന്നെ ലിപ് കെയറിൻ്റെ വീഡിയോ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇൻഷാ അല്ലാ അത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. കാര്യം ഇതന്നെ കൂടുതൽ ലെങ്തി ആയി വീഡിയോ. അപ്പോൾ ഈ 2 പാക്കുമില്ലേ ഇപ്പം നമ്മൾ ഡെലിവറിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമുക്ക് ബ്ലാക്ക് എന്താ പറയുക പിഗ്മെൻറ്റേഷനും കാര്യങ്ങളെല്ലാം വരൂലേ, അതിനെല്ലാം ഭയങ്കര യൂസ്ഫുള്ളാണ്. എൻ്റെ കുട്ടികൾ ഉണ്ടായ ശേഷം നമ്മളിങ്ങനെ എന്താ പറയുക ആ ഒരു 30 ദിവസം നമ്മൾ ഈ എന്തെല്ലോ ഐറ്റംസ് കുഴമ്പും കാര്യങ്ങളെല്ലാം ഇട്ടിട്ട് കുളിക്കൂലേ, ആ ഒരു സമയം ഞാൻ ഈ ഒരു പാക്കാണ് കേട്ടോ യൂസ് ചെയ്ത് എനിക്ക് നല്ല റിസൾട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിന്. ഞാൻ വീണ്ടും പറയാണ്, ഇത് തേച്ചിനാൽ വെളുക്കൂ അങ്ങനെ കാര്യങ്ങളൊന്നുമല്ല ഞാൻ പറയുന്നത്. നമ്മളെ സ്കിന്നൊന്ന് ഫ്രഷായി ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിക്ക് മാസത്തിൽ 2 പ്രാവശ്യം ഇല്ലാന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യം ചെയ്യാം. സ്ക്രബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 1 പ്രാവശ്യം ചെയ്താൽ മതി. പിന്നെ നമ്മൾ ആവി ഒളിക്കുകയാണെന്നുണ്ടെങ്കിൽ 15 ദിവസം കൂടുമ്പോൾ മാത്രം ചെയ്യാം കേട്ടോ. അപ്പം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഞാനില്ലേ ഷൂഡ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൽ നിന്ന് ഷൂ റാക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിന്. നിങ്ങൾ എൻ്റെ വീഡിയോ മുന്നേ കാണുന്നവരാണെങ്കിൽ അറിയണ്ടാവും. 1 വർഷം മുന്നേ ഞാൻ ഇവരുടെ കയ്യിൽ നിന്ന് തന്നെ ഒരു ഷൂ റാക്ക് ഓർഡർ ചെയ്തിട്ട് വരുത്തിച്ചിട്ടുണ്ടായിന്. കാര്യം വീട്ടിൽ എന്താ പറയുക കുറച്ചാളായിക്കോട്ടെ കുറേ ആൾക്കാരായിക്കോട്ടെ ഒരാൾക്ക് തന്നെ ഒരുപാട് ഷൂസും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. മഴക്കാലെല്ലാം ആകുമ്പില്ലേ ഈ ഷൂസെല്ലാം എവിടെ വെക്കാന്നുള്ള കാര്യത്തിൽ എപ്പോഴും ടെൻഷനാണ്. അന്നേരം ഒന്ന് ഞാൻ എന്താ പറയുക ഷൂഡൻ ബ്രാൻഡിനെ കുറിച്ചിട്ട് അറിഞ്ഞതും പിന്നെ കഴിഞ്ഞ വർഷം ഞാൻ അത് വാങ്ങിയിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ടായിന്. ഫിക്സ് ചെയ്യുന്ന വീഡിയോയും ഡീറ്റെയിൽസും എല്ലാം ഞാൻ നിങ്ങൾക്ക് ഷെയർ ആക്കി തന്നിട്ടുണ്ടായിന്. ഇപ്പം ഇല്ലേ വീണ്ടും ഒരു ഷൂ റാക്ക് ഞാൻ ഓർഡർ ചെയ്തിട്ട് വരുത്തിച്ചിട്ടുണ്ടായിന്. കാര്യമൊന്നുമല്ല, കുറച്ച് പഴയ ഷൂസെല്ലാം ഇവിടെ വെക്കാം, എന്താ പറയുക ഡെയിലി യൂസ് ചെയ്യുന്ന ഷൂസെല്ലാം ഇവിടെ വെക്കാം. പിന്നെ ഫംഗ്ഷനും കാര്യങ്ങളെല്ലാം ഉണ്ടാകുമ്പം യൂസ് ചെയ്യുന്ന ഷൂസ് ഉണ്ടാവില്ലേ അതെല്ലാം അതിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്നുകൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിന് കേട്ടോ. നല്ല യൂസ്ഫുള്ളാണ്. നിങ്ങളെൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയണ്ടാവും, ഞാൻ ഇടയിലെല്ലാം ഈ വീഡിയോസെല്ലാം നിങ്ങൾക്ക് ഷെയർ ആക്കലുണ്ട്. പിന്നെന്താ അതുകൊണ്ട് തന്നെ ഞാൻ ഇവരെ ബ്രാൻഡ് തന്നെയാണ് കേട്ടോ വീണ്ടും വാങ്ങിയ. നമ്മൾ ഒരിക്കൽ വാങ്ങിയിട്ട് വിശ്വാസം ഉണ്ടായതുകൊണ്ടിരിക്കില്ലേ വീണ്ടും അതന്നെ വാങ്ങുന്നത്. അതുപോലെ തന്നെയില്ലേ ഈ ഒരു ഷൂഡൻ ബ്രാൻഡ് ഓൾ കേരള ഷോറൂമുണ്ട്. അതുപോലെ തന്നെ
ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ. പ്രത്യേകിച്ച് ക്യാഷ് ഓൺ ഡെലിവറി ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇല്ലേ നല്ലൊരു ഷൂ റാക്കെല്ലാം വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇവരെ തന്നെ കോൺടാക്ട് ചെയ്തോ, നമുക്ക് വിശ്വസിച്ചിട്ട് വാങ്ങാൻ പറ്റും. ഞാൻ വാങ്ങിയിട്ട് എനിക്ക് നല്ല ക്വാളിറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ടായിന്. 3 കളേഴ്സിൽ അവൈലബിൾ ആണ് കേട്ടോ. കോഫി ബ്രൗണ്, വൈറ്റ് ഗ്രേ, എന്താ പറയുക വൈറ്റ് ഗ്രേ, ഫുൾ ബോഡി പൗഡർ കോട്ടിങ്ങും കൂടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലോക്കും ആണ്. അപ്പോൾ ഷൂസ് ഒരുപാടുള്ളവരെല്ലാം ആണെന്നുണ്ടെങ്കിൽ ഒരു വീട്ടിൽ തന്നെ ഒരാൾക്ക് തന്നെ 2-3 ഷൂസും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. പിന്നെ ഫംഗ്ഷന് പോകുമ്പോൾ വേറെ ഷൂസും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അങ്ങനെയെല്ലാം ഷൂ വെക്കാൻ സ്ഥലമില്ല. പിന്നെ മഴക്കാലമെല്ലാം ആകുമ്പോഴുള്ള വിഷമങ്ങൾ. അതുകൊണ്ട് തന്നെയല്ലേ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ ഒരു ഷൂ റാക്ക്. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയതാണ്. നിങ്ങളതിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഇപ്രാവശ്യം വീണ്ടും ഞാനൊന്ന് ഓർഡർ ചെയ്തിട്ട് വരുത്തിച്ചിട്ടുണ്ടായിന്. കാര്യം നമ്മളിപ്പോൾ പുതിയ കിച്ചൺ ചെയ്തിട്ടില്ലേ, അതിൻ്റെ ബാക്ക് വശത്തായിട്ടില്ലേ നമ്മളിപ്പം അധികം യൂസ് ചെയ്യാത്ത ഷൂസും കാര്യങ്ങളെല്ലാം ഉണ്ടാവില്ലേ, നമ്മളിപ്പോൾ എന്തെങ്കിലും ഫങ്ഷൻസിന് മാത്രം യൂസ് ചെയ്യുന്ന ഷൂസും കാര്യങ്ങളെല്ലാം വെക്കാൻ വേണ്ടിക്ക് ഞാൻ ഇവിടെ ഒന്നും കൂടി വാങ്ങിയിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ രണ്ടാമതും ഇവരെ തന്നെ കോൺടാക്ട് ചെയ്തിട്ട് ഈ ഒരു ഷൂ റാക്ക് വാങ്ങിയിട്ടുള്ളത്. ഒരുപാട് കളേഴ്സിൽ അവൈലബിൾ ആണ്, 3 കളേഴ്സിൽ അവൈലബിൾ ആണ്. പിന്നെ ഈ ഒരു ഷൂഡൻ ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഡീറ്റെയിൽസ് കൊടുക്കാം കേട്ടോ. പിന്നെ എന്താ ഇന്ന് ക്ലീനിങ്ങിന് ആൾക്കാർ വരുമെന്ന് പറഞ്ഞിട്ടില്ലേ, അതുകൊണ്ട് തന്നെ അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം. മീനൊക്കെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് സമയം ഇങ്ങനെ എഡിറ്റിങ്ങും കാര്യങ്ങളിലും ആയിരിക്കും. പിന്നെന്താ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ മെയിലും മെസ്സേജെല്ലാം വരും കേട്ടോ, കുറേ പ്രൊമോഷനും കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിക്ക്. ഇതിപ്പില്ലേ ഇൻ്റർവ്യൂവിന് ക്ഷണിച്ചതാണ്. 2-3 ഇൻ്റർവ്യൂവിനെല്ലാം എന്നെ ക്ഷണിച്ചിട്ടുണ്ടായിന്. പിന്നെന്താ ഇവർ നല്ലൊരു ടീമാണ്. ഭയങ്കര ഹാപ്പി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിന്. നമ്മൾ കുറേ ആക്ടേഴ്സിൻ്റെ എല്ലാം ഇൻ്റർവ്യൂവും കാര്യങ്ങളെല്ലാം കാണൂലേ, പക്ഷെ ഞാൻ അധികവും എനിക്കങ്ങനെ ഇൻ്റർവ്യൂവിലൊന്നും പോയിട്ടിരുന്ന് സംസാരിക്കാനുള്ള ധൈര്യവും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്നാണ് പറയുക. പിന്നെന്താ ജോഷ് ടോക്കെന്ന് വിളിച്ചിട്ടുണ്ടായിന്. മാഷാ അല്ലാ കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചതാണ്. അതുപോലെ ഇപ്രാവശ്യം ഞാനിങ്ങനെ എന്താ പറയുക മൊബൈലിൽ നോക്കുമ്പം എന്നെ വാട്സപ്പിൽ അങ്ങനെ മെസ്സേജ് വന്നതാണ്, ഒരു പ്രൊമോഷൻ ചെയ്താലോ, അങ്ങനെ ഒരു ഇൻ്റർവ്യൂ ചെയ്താലോ. അപ്പം ഞാനങ്ങനെ അവർ ചെയ്ത ഇൻ്റർവ്യൂവും കാര്യങ്ങളെല്ലാം അങ്ങനെ നോക്കലാണ്. ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നിയിട്ടുണ്ടായിന് കേട്ടോ. ഇങ്ങനെ വലിയ വലിയ ടീംസും കാര്യങ്ങളെല്ലാം നമ്മളെ ഇൻ്റർവ്യൂ ചെയ്യാനെല്ലാം വിളിക്കാമെന്ന് പറയുമ്പോൾ. പക്ഷേ ഞാൻ ഭയങ്കര സംഭവം എനിക്കിതുവരെ തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇൻ്റർവ്യൂവിൽ ഇരുന്ന് സംസാരിക്കാൻ മാത്രം ഭയങ്കര സംഭവം എന്ന് തോന്നാത്തതുകൊണ്ട് തന്നെ ഞാൻ വേഗം ഇല്ല, എനിക്ക് താല്പര്യമില്ല, സോറി ഒന്നും വിചാരിക്കാൻ പാടില്ല എന്നൊന്ന് പറയൽ. കാരണം അവർക്ക് എന്തെങ്കിലും നമ്മൾ നല്ലത് ചെയ്യുന്നതെന്ന് തോന്നുന്നതുകൊണ്ടായിരിക്കും അവർ നമ്മൾ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നത്. പക്ഷേ അതിൻ്റെ ധൈര്യവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അധിക കാര്യങ്ങളും അങ്ങനെ ഒഴിവാക്കലാണ്. അങ്ങനെ പക്ഷേ താങ്ക് യു സോ മച്ച്, ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നിയിട്ടുണ്ടായിന്. നിങ്ങളെ സ്നേഹവും സപ്പോർട്ടും എല്ലാം കാരണമാണ് നമുക്കിങ്ങനെ നല്ല നല്ല അവസരങ്ങളും കാര്യങ്ങളെല്ലാം വരുന്നത്. ചെയ്യുന്നവരുണ്ട്, അതിനെല്ലാം ഭയങ്കര ധൈര്യവും കാര്യങ്ങളെല്ലാം വേണം. എന്നോട് പറഞ്ഞ് എന്താ പറയുക പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ മാത്രമല്ലേ ഉണ്ടാവും എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിന്. അങ്ങനെ കഴിഞ്ഞ വർഷം ഞാനും ജോഷ് ടോക്കെന്നെല്ലാം വിളിച്ചിട്ടുണ്ടായിന്. പക്ഷേ നമ്മൾ ഈ വർക്ക് ചെയ്യുമ്പം ഭയങ്കര പ്രൗഡായിട്ട് എനിക്ക് തോന്നലുണ്ട്. ഇക്കാരനോടെല്ലാം പറയുമ്പം. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ചെയ്യുന്നത് എൻ്റെ പാഷൻ്റെ ഭാഗമായിട്ടാണ്. എനിക്ക് ഭയങ്കര ഫേമസ് ആവണം, എല്ലാവരും അറിയപ്പെടണമെന്നുള്ളൊരു ആഗ്രഹമില്ല. എൻ്റെ ഈ കുക്കിങ്ങും കാര്യങ്ങളും ചെയ്യുമ്പോൾ എനിക്കൊരു മെൻ്റലി ആയാലും ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. എന്തോ ഒരു സന്തോഷം എനിക്ക് ഉള്ളിൽ നിന്ന് കിട്ടുന്നുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ. അതുകൊണ്ട് മാത്രമാണ് ഞാനിത് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്കും കൂടി കുറേ വീട്ടമ്മമാരാണ് എൻ്റെ വീഡിയോസ് കാണുന്നത്. അതും എൻ്റെ എന്താ പറയുക കുറേ ഉമ്മമാരാണ് എൻ്റെ വീഡിയോസ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമാണ്. ഇപ്പം ഞാൻ തഹജൂദിൻ്റെ റൂട്ടീൻ വീഡിയോ ചെയ്തിട്ട് ഒരുപാട് പേര് നല്ല നല്ല കമൻറ്റ്സ് ഇട്ടിട്ടുണ്ടായിന്. അപ്പോൾ എൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നമസ്കരിക്കുമ്പം ഞാൻ ആ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുമ്പം നിങ്ങളും കൂടി ചെയ്യുമ്പം അതിൻ്റെ പുണ്യം കൂടി എനിക്ക് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ്. പിന്നെ അധികം ഇൻഫ്ലുവൻസേഴ്സിന് തന്നെ ഇൻഫ്ലുവൻ്റ് ആവലുണ്ട് എന്നെല്ലാം പറയലുണ്ട് എൻ്റെ വീഡിയോസ്. അതെല്ലാം കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കുറേ ആൾക്കാർ ചില വീഡിയോസിലെല്ലാം നമ്മൾ ചെയ്യുന്ന സെയിം കാര്യങ്ങൾ അതുപോലെ ചെയ്യും. അന്നേരമെല്ലാം എനിക്ക് കമൻറ്റ് വരുത്തുന്നുണ്ട് ഇതിൻ്റെ വീഡിയോ പോലെയാണ് അവരെ വീഡിയോ ചെയ്യുന്നതെന്നെല്ലാം പറഞ്ഞിട്ട്. പക്ഷെ എനിക്ക് അതെല്ലാം കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ എനിക്ക് ഈ തഹജൂദിൻ്റെ വീഡിയോ ചെയ്യാൻ ഭയങ്കര പേടി ഉണ്ടായിട്ടുണ്ടായിന്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, നമ്മൾ ഇഷ്ടമായിട്ട് ചെയ്യുന്ന വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരും അതുപോലെ നമസ്കാരവും കാര്യങ്ങളെല്ലാം സെയിം ചെയ്യുമ്പം അവരുടെ ഉള്ളിൽ ആ ഒരു ഉദ്ദേശം ഇല്ല എന്നുണ്ടെങ്കിൽ
അത് ഭയങ്കര തെറ്റായിട്ടുള്ള ഒരു കാര്യമല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശം നല്ലതാണെങ്കിൽ മാത്രം ആൾക്കാരെ കാണിക്കാൻ വേണ്ടിക്ക് പ്രവർത്തിക്കുന്നവരായ ഏതൊരാൾക്കും നാശം എന്ന് ഖുറാനിൽ പറഞ്ഞിട്ടുണ്ടായിനി. അതുകൊണ്ട് തന്നെ ആൾക്കാരെ കാണിക്കുക, അതുപോലെ നല്ലത് പറയുക എന്നുള്ള ഉദ്ദേശമല്ലാണ്ട് ആൾക്കാർക്ക് അതൊരു നല്ല മെസ്സേജ് ആവുക, അതിലൂടെ ആൾക്കാർ നല്ലത് ചെയ്യുക എന്നുള്ള ഉദ്ദേശമാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കൂടുതൽ പുണ്യം കിട്ടുന്ന കാര്യമാണ്. ഇപ്പോൾ ഒരു 3-4 ലക്ഷം ആൾക്കാരെൻ്റെ വീഡിയോസ് കണ്ടിട്ട് അതിലൊരു 10-15 ആൾക്കാരെങ്കിലും തഹജ്ജുദ് നമസ്കരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതെനിക്ക് ഭയങ്കര പുണ്യമായിട്ടുള്ള കാര്യമാണ്. അതെനിക്ക് നമുക്കറിയുന്ന ഒരു കാര്യം നമ്മൾ മറ്റുള്ളവർക്കും കൂടി പകർന്നു കൊടുക്കുമ്പം അറിവ് പകർന്നു കൊടുക്കുക എന്ന് പറയുന്നത് നിലച്ചു പോകാത്ത സ്വതക്കാണ്. അങ്ങനെ അപ്പം ആരെങ്കിലും നമ്മൾ ഇഷ്ടപ്പെട്ടിട്ട് അതുപോലത്തെ വീഡിയോസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമസ്കാരവും കാര്യങ്ങളെല്ലാം കാണിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മളുള്ളിൽ ആ ഒരു നിയത്തുണ്ടെങ്കിൽ മാത്രം നമസ്കാരവും കാര്യങ്ങളും നമ്മൾ കാണിക്കുക. ഇല്ലെങ്കിൽ അത് നമുക്ക് ഭയങ്കര തെറ്റായിട്ടുള്ളതാണ്. ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ദാനധർമ്മം ആയിക്കോട്ടെ, നമസ്കാരം ആയിക്കോട്ടെ, ഏത് കാര്യങ്ങൾ ചെയ്യുന്നതും ഭയങ്കര തെറ്റായിട്ടുള്ള കാര്യമാണ്. പക്ഷേ നമുക്കൊരാൾക്ക് അറിവ് കൊടുക്കുക എന്നുള്ള രീതിയിൽ നല്ലൊരു മെസ്സേജ് കൊടുക്കുക. ഇപ്പോഴത്തെ കാലത്തെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, ഒരുപാട് രീതിയിൽ കൂടി കടന്നു പോകുന്ന ആൾക്കാരാണ്. നല്ല മെസ്സേജ് കൊടുക്കുന്നത് കുറവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഈ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവും, ഇത്രയും ആൾക്കാർ നമ്മളെ കയ്യിലുണ്ടാവുമ്പോൾ നല്ലത് പകർന്നു കൊടുക്കുക എന്ന് പറയുമ്പം അതൊരു നല്ലൊരു കാര്യമാണ്. ഞാൻ ഭയങ്കര നല്ലതാണ്, ഞാൻ ഭയങ്കര സംഭവം അങ്ങനത്തെ രീതിയിലല്ല, ഞാൻ ഭയങ്കര അറിവുള്ള ആളൊന്നുമല്ല. പക്ഷെ എനിക്ക് എൻ്റെ ലൈഫിൽ ഒരുപാട് സക്സസ് ഉണ്ടായിട്ടുണ്ടായിന് ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ട്. അത് ഞാൻ നിങ്ങൾക്കും കൂടി പറഞ്ഞു തരുമ്പം നിങ്ങൾക്കും കൂടി സക്സസ് ഉണ്ടാവുമല്ലോ, അതിൽ ഞാൻ ഹാപ്പി കണ്ടെത്തുന്നുണ്ട്. അപ്പം നമ്മൾ ഇഷ്ടപ്പെട്ടിട്ട് വീഡിയോ ചെയ്യുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് തന്നെ ഉണ്ട്. നമ്മൾ വീഡിയോ കണ്ടിട്ട് സെയിം അതുപോലെ ചെയ്യുന്ന, നമ്മൾ കുക്കിംഗ് ചെയ്യുമ്പം അല്ലാന്നുണ്ടെങ്കിൽ ഡേ ഇൻ മൈ ലൈഫിൽ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതുപോലെ സെയിം ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതെല്ലാം കാണുമ്പോൾ ഭയങ്കര സന്തോഷമൊന്നും. ഒരു ഇൻഫ്ലുവൻസേഴ്സിനെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാമെന്ന് പറയുമ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഹയറായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമസ്കാര കാര്യം നമ്മൾ കാണിക്കുമ്പം നമ്മൾ ഉള്ളിലെ ഉദ്ദേശം നമ്മൾ നോക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നാളെ പിറ്റേത് നമ്മൾ അതിന് കണക്ക് പറയേണ്ടി വരും. അങ്ങനെ പിന്നെന്താ, ഞാൻ പറഞ്ഞിട്ടില്ലേ വീട്ടിൽ ഫുൾ ഡീപ്പ് ക്ലീൻ ചെയ്യാനുണ്ടായിട്ടുണ്ടായിന്. കാര്യം മൊത്തത്തിൽ വൈറ്റ് ആയതുകൊണ്ട് തന്നെ മതിൽ പോലും ഈ പൂപ്പ് കെട്ടിയ ഒരവസ്ഥ ഉണ്ടാവില്ലേ, അത് വന്നിട്ടുണ്ടായിന്. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് അത് ക്ലീൻ ചെയ്യാൻ പറ്റില്ല. മതിൽ മൊത്തം ഒന്ന് അരച്ച് നമ്മൾ പെയിൻ്റ് അടിച്ചതിൽ തുണി കൊണ്ട് തുടക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള പെയിൻ്റാണ്. അതുകൊണ്ട് തന്നെ വേഗം ക്ലീൻ ആയി കിട്ടും. അപ്പോൾ 2 ആൾക്കാർ അങ്ങനെ ഏൽപ്പിച്ചിട്ടുണ്ടായിന്. അപ്പോൾ അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം. ഇന്ന് ഉണ്ടാക്കുന്നത് എന്താ പറയുക, മാമ്പഴ പുളിശ്ശേരി, സാമ്പാർ, അതുപോലെ തന്നെ ചമ്മന്തി, പിന്നെ മീൻ ഫ്രൈ ആക്കുന്നുണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ഇതെല്ലാം ഞാൻ ഒരുപാട് പ്രാവശ്യം വീഡിയോയിൽ ഷെയർ ആക്കിയതുകൊണ്ട് തന്നെ റെസിപ്പി ഒന്നും ഞാൻ പറയുന്നില്ല. പിന്നെ കുട്ടികൾക്കും പാരൻസിനും ഉപകാരപ്പെടുന്ന ഒരു കാര്യം ഞാൻ ഷെയർ ആക്കാം. നമ്മൾ കുട്ടികൾ ഏതെങ്കിലും ട്യൂഷന് പഠിച്ചാൽ പോരാ, നല്ല എക്സ്പീരിയൻസ് ഉള്ള നല്ല സ്ഥാപനത്തിൽ തന്നെ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എന്താ പറയുക പാരൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ട്യൂഷൻ പ്ലാറ്റ്ഫോം ഞാൻ പറഞ്ഞുതരാം. ആൽബ ലേണിങ്. KG മുതൽ +2 വരെയുള്ള കുട്ടികൾക്കാണ് കേട്ടോ ഇവർ ഇൻഡിവിജ്വൽ ട്യൂഷൻ കൊടുക്കുന്നത്. കൂടുതൽ ഇവർ ഇൻഡിവിജ്വൽ ട്യൂഷൻ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഗ്രൂപ്പ് ക്ലാസ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അധിക പാരൻസ് എന്നോട് ചോദിക്കലുണ്ട്, ചെറിയ ഫീസിലുള്ള ഏതെങ്കിലും ഓൺലൈൻ ട്യൂഷൻ പരിചയപ്പെടുത്തി തരുമെന്ന്. അപ്പം ആൽബ ലേണിങ് നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ KG മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് ക്ലാസ് ലഭിക്കുകയും ചെയ്യും. ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന രീതിയിൽ ക്ലാസ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ കുട്ടികളുടെ ഡൗട്ടും കാര്യങ്ങളും ക്ലിയർ ചെയ്യാനും കുട്ടികളുടെ പഠന നിലവാരം ഉയർത്താനും പറ്റും കേട്ടോ. 6ാമത്തെ എന്താ പറയുക 6th ആനിവേഴ്സറി സെലിബ്രേഷൻ്റെ ഭാഗമായിട്ടില്ലേ ഇവർ ഫസ്റ്റ് അഡ്മിഷൻ എടുക്കുന്ന 500 വിദ്യാർത്ഥികൾക്ക് ഫീസിൽ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഇൻഡിവിജ്വൽ ട്യൂഷൻ തന്നെയാണ്. പിന്നെന്താ, ആർക്കെങ്കിലും ഇവരുടെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കാം, നിങ്ങൾ ചെക്ക് ചെയ്തോ. അതുപോലെ തന്നെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ മികച്ച അധ്യാപകരുടെ കീഴിൽ ക്ലാസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ജോയിൻ ചെയ്തോ. 50% ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. കാര്യം അധികം ആൾക്കാരും പറയലുണ്ട് ജോയിൻ ചെയ്തിട്ട് കയറാൻ പറ്റുന്നില്ല എന്ന്. അതിലെ ഡിസ്കൗണ്ടെല്ലാം കിട്ടുന്ന ടൈം എല്ലാ പാരൻസും പെട്ടെന്ന് ജോയിൻ ചെയ്യൂലേ, അതുകൊണ്ടായിരിക്കും. അപ്പം നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട ഉടനെ അവരെ കോൺടാക്റ്റ് ചെയ്തോ. പിന്നെന്താ, ഇന്ത്യയിലും മാത്രമല്ല ഗൾഫ് കൺട്രീസിലെ എല്ലായിടത്തുള്ള കുട്ടികൾക്കും ഈ ഒരു ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പം പഠനം മുടങ്ങി കിടക്കുന്ന കുട്ടികൾ അല്ലാന്നുണ്ടെങ്കിൽ
അങ്ങനെയുള്ള കുട്ടികൾക്കെല്ലാം ഗൾഫിലുള്ള ആൾക്കാർക്ക് ഇപ്പം കുട്ടികളെ ചേർത്താൻ പറ്റിയിട്ടില്ല, അങ്ങനത്തെ പ്രശ്നമല്ല എന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് തന്നെ ഇവർക്ക് ക്ലാസ് കൊടുക്കാൻ പറ്റും കേട്ടോ. നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്തോ. പിന്നെന്താ ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കാം. ഇനിയിപ്പോൾ ഇതാ ഞാനില്ലേ മീനും കാര്യങ്ങളും എല്ലാം കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇന്നാണെങ്കിൽ മത്തിയും നത്തോലിയാണ്. ഇന്നാണെങ്കിൽ നല്ല തിരക്കുള്ള ദിവസമാണ്, അതുകൊണ്ടാണ് ഞാൻ കുക്കിംഗ് ഒന്നും ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കാണ്ടിരുന്ന കാര്യം. ക്ലീനിങ്ങിന് ആൾക്കാർ വന്നാലേ അറിയാമല്ലോ, നമ്മളും അതിൻ്റെ കൂടെ ക്ലീൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്താ പറയുക നല്ല ഡീപ്പ് ക്ലീൻ ആയിട്ട് കിട്ടും. നമ്മളെല്ലാം ഒതുക്കി വെച്ച് കൊടുത്തു കഴിഞ്ഞാലല്ലേ അവർക്ക് നല്ല ക്ലീൻ ആക്കിയിട്ട് എടുത്ത് തരാൻ പറ്റും. അപ്പോൾ ഇതാ ഇനിയിപ്പം അവർക്കെല്ലാം ചോറ് കൊടുക്കണം. അതിനു മുമ്പായിട്ട് ഞാനൊന്ന് വിളമ്പിയിട്ട് കാണിച്ചു തരാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നെത്തോലി ഫ്രൈയും എന്താ പറയുക നെത്തോലി മീൻ ഫ്രൈയും മത്തി ഫ്രൈയുമാണ്. പിന്നെ ചോറ്, പിന്നെ സാമ്പാർ, നല്ല ചൂട് ചോറിൻ്റെ കൂടെ സാമ്പാറും ഈ ഒരു ഫ്രൈയും മാത്രം മതി ചോറ് കഴിക്കാൻ വേണ്ടിക്ക്. പക്ഷെ ഞാൻ അവരെല്ലാവരും ഉണ്ടായതുകൊണ്ട് തന്നെ ഫുഡ് നല്ല വൃത്തിക്കാക്കി കൊടുക്കുക. അവിടെ അടുത്തൊന്നും നല്ല ഹോട്ടലും കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് പിന്നെ നല്ല വൃത്തിക്കൊന്ന് ഫുഡാക്കി കൊടുത്തതാണ്. ഇതാ മാമ്പായ പുളിശ്ശേരിയും ചമ്മന്തിയും കാര്യങ്ങളെല്ലാം ഒന്ന് ഇങ്ങനെ വിളമ്പിറ്റും കൂടി കാണിച്ചു തരാം. നമ്മൾ ഈ കണ്ണൂർ ഭാഗത്ത് അധികം ചോറുണ്ടാക്കൽ കുറവാണ്. ഇങ്ങനെ ചോറ് സാമ്പാർ കാര്യങ്ങളെല്ലാം അതെല്ലാവരും അങ്ങനെയൊന്നും എനിക്കറിയില്ല. അധികം എന്തെങ്കിലും ബിരിയാണി അങ്ങനത്തെ ഐറ്റംസ് എല്ലാം അങ്ങനത്തെ ഐറ്റം ബിരിയാണിയിൽ ഉണ്ടാക്കാൻ നമുക്ക് ഭയങ്കര ഈസി ആയിട്ടാണ് തോന്നല്. ഇങ്ങനത്തെ ഐറ്റംസ് ആകുമ്പം വറവുണ്ടാക്കണം, ചോറ്, അങ്ങനെ അതുകൊണ്ട് തന്നെ കുറവ് തന്നെയാണ്. പിന്നെന്താ ഇന്ന് പിന്നെ എല്ലാവരും ഉണ്ടായതുകൊണ്ട് നല്ല വൃത്തിക്ക് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മാമ്പഴ പുളിശ്ശേരിയെല്ലാം. പിന്നെ സാമ്പാർ റെസിപ്പിയെല്ലാം വേണമെന്നുണ്ടെങ്കിൽ ഇർഫാന ഷംഷീർ സാമ്പാർ റെസിപ്പി എന്നെല്ലാം നിങ്ങൾ ടൈപ്പ് ചെയ്തതിനാൽ നിങ്ങൾക്ക് കിട്ടും. ഇങ്ങനത്തെ എല്ലാ റെസിപ്പിയും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ടായിന്. അതുപോലെ തന്നെയില്ലേ ഞാനിപ്പം വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എൻ്റെ മോന് കരയുന്നുണ്ട്. പിന്നെ ആ സ്പീഡിൽ വോയിസ് ഓവർ കൊടുക്കുന്നതെന്ന് ഒരു ദിവസം വീഡിയോ എടുക്കും, പിറ്റേ ദിവസം വോയിസ് ഓവർ കൊടുക്കും. അങ്ങനെ നമ്മൾ ഈ കാണുന്ന വീഡിയോ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്കും കമൻറ്റെല്ലാം ചെയ്യണം. നിങ്ങൾ ലൈക്കും കമൻറ്റും എല്ലാം കാണുമ്പോഴാണ് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ തോന്നുക. പിന്നെ കഴിഞ്ഞ വീഡിയോസിന് നിങ്ങൾ തന്ന സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. ഒരുപാട് നല്ല നല്ല കമൻറ്റ്സ് കണ്ടിട്ടുണ്ടായിന്, ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നിയിട്ടുണ്ടായിന്. പിന്നെന്താ ഇനിയിപ്പോൾ ഇതാ ഇത് സെർവ് ചെയ്തിട്ടും കൂടി ഞാൻ കാണിച്ചു തരാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു നമ്മൾ സാമ്പാറിൽ ചില ടൈമിൽ തേങ്ങ വറുത്തിട്ട് ചെയ്യലുണ്ട്. തേങ്ങ വറുത്തിട്ടുണ്ടാക്കുന്ന സാമ്പാറും ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇതാ നമ്മൾ ഫുഡും കാര്യങ്ങളും എല്ലാം കഴിച്ചിട്ട് പിന്നെ ഞാൻ അവരുടെ ക്ലീനിങ്ങിന് ഹെൽപ്പ് ചെയ്യും കാര്യങ്ങളെല്ലാം ഒന്നും ഉണ്ടായിട്ടുണ്ടായിരിക്കും. കാര്യം നമ്മൾ കബോർഡും കാര്യങ്ങളും എല്ലാം ഒരുക്കി കൊടുത്തതിനാൽ അവരുടെ ഡീപ്പ് ക്ലീനിങ് കുറച്ചുകൂടി പെർഫെക്റ്റ് ആവും. അങ്ങനെ നമ്മൾ വെക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്കെല്ലാം അറിയും. അങ്ങനെ പിന്നെന്താ മഴയെല്ലാം ആയതുകൊണ്ട് തന്നെ നല്ലോണം പൊടിയും കാര്യങ്ങളും അങ്ങനെയല്ല പൂപ്പലും കാര്യങ്ങളും എല്ലാം എടുത്തുണ്ടായിട്ടുണ്ടായിന്. അപ്പം ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് വീട് വൃത്തിയില്ലാണ്ട് ഒരു സമാധാനം ഉണ്ടാവില്ല. മതിലും കാര്യങ്ങളെല്ലാം നമുക്ക് ക്ലീൻ ചെയ്യാമെന്ന് പറയുന്നത് പറ്റുന്ന കാര്യമില്ല. പ്രത്യേകിച്ച് എഡിറ്റിങ് കാര്യങ്ങൾ, വീഡിയോ ഷൂട്ടിങ്, ഫുഡ് ഉണ്ടാക്കൽ, മക്കൾ എല്ലാം ആവുമ്പം വീട് മൊത്തത്തിൽ ക്ലീൻ ചെയ്യുന്നത് കുറച്ച് പ്രയാസമുള്ള കാര്യമല്ലേ. അങ്ങനെ പിന്നെന്താ അന്നത്തെ ദിവസം മൊത്തം ഡീപ്പ് ക്ലീനിങ് കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ടായിനെ. ഇതില്ലേ ഞാൻ പറഞ്ഞിട്ടില്ലേ സാധനം വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു തലേ ദിവസം. 6 ദിവസത്തെ വിശേഷങ്ങളാണ്, ഞായറാഴ്ചത്തെ വിശേഷങ്ങളാണ് കേട്ടോ. ഞായറാഴ്ചയിൽ നമ്മൾ മഹഫിൽ പോയിട്ടുണ്ടായിരുന്നു കണ്ണൂർ ഫുഡ് കഴിക്കാൻ വേണ്ടിക്ക്. അവിടെ അടിപൊളി മന്തിയും കാര്യങ്ങളെല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ്. ഫുഡ് കഴിക്കാൻ മാത്രം പോയതല്ല കേട്ടോ, ഒരു യാത്ര പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഷോപ്പിങ്ങും കാര്യങ്ങളെല്ലാം ആയിട്ട് കാക്ക കുറച്ച് ഡ്രസ്സെല്ലാം എടുക്കാനുണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫുഡ് പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിന്. നമ്മൾ പോകുന്ന സമയം നല്ല തിരക്കുണ്ട് കേട്ടോ. നമ്മൾ പോകുന്ന സമയം മന്തി തീർന്നു പോയിട്ടുണ്ടായിന്. അപ്പം മട്ടൻ മധുഹൂത്ത്, അതുപോലെ തന്നെ ചിക്കൻ സൊർബിയാൻ റൈസാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിന്. പിന്നെന്താ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ അറബിക് റൈസും കാര്യങ്ങളും. പുറത്തുനിന്ന് നമ്മൾ കഴിക്കൽ കുറവാണ്, എന്നാലും
ചില ആൾക്കാർ പോയിട്ട് നല്ല വൃത്തിയുണ്ട് അങ്ങനെയെല്ലാം പറയുമ്പം നമ്മൾ അവിടെ പോയിട്ട് കഴിക്കലുണ്ട്. അധികമില്ലേ പുതിയ ഹോട്ടൽസും കാര്യങ്ങളെല്ലാം തുടങ്ങുമ്പം നല്ല വൃത്തിയിലേക്ക് അവർ ഫസ്റ്റ് തുടങ്ങാം, പിന്നെ പിന്നെ പഴകിയ ഫുഡും കാര്യങ്ങളെല്ലാം തരാം. പിന്നെ നമ്മൾ പിന്നെ അവിടെ പോവില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൃത്തിയില്ലാത്തതുകൊണ്ട് തന്നെയാണ് അധിക ഹോട്ടലും പൂട്ടിപ്പോകുന്നത്. അപ്പോൾ നമ്മൾ പറയലാണ് ഇവിടെ നല്ല ക്ലീനായിട്ടുള്ള എന്താ പറയുക എല്ലാം നല്ല വൃത്തിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പറയലാണ് പഠിച്ചോനെ ഇതിങ്ങനെ തന്നെ ഇവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ മതി. നാട്ടിലധികം ഫുഡ് കഴിക്കാൻ പോയി കഴിഞ്ഞാലും വൃത്തി വിചാരിച്ചിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കേണ്ടി വരുന്നുണ്ട് എത്ര മടി പിടിച്ച് കഴിഞ്ഞാലും. അപ്പോൾ നല്ല വൃത്തിയുള്ള ഹോട്ടലും കാര്യങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ നമുക്ക് ഇടയ്ക്കെല്ലാം പോയിട്ട് ഒന്ന് പുറത്തെല്ലാം പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമല്ലേ. അങ്ങനെ ഇവിടെ മാഷാഅല്ലാഹ് നല്ല വൃത്തിയും കാര്യങ്ങളെല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ ഫുഡെല്ലാം. ഇനിയിപ്പോൾ നമ്മൾ സാധനം വാങ്ങാൻ പോകലാന്ന്. ഇക്കാക്ക് ഡ്രസ്സും കൂടി എടുക്കണം. വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഇടുന്ന ടൈപ്പ് ഡ്രസ്സും കാര്യങ്ങളൊന്നും കുറേ എടുക്കാത്ത, അപ്പം അങ്ങനെ എടുക്കലാണ്. അപ്പോൾ ഇതാ അങ്ങനെ എനിക്ക് ഡ്രസ്സും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല, എനിക്ക് ഡ്രസ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇക്കാക്ക് ഇപ്പം വീട്ടിൽ നിന്ന് ഇടുന്ന ഡ്രസ്സും കാര്യങ്ങളെല്ലാം കുറവാണ്. അപ്പം ഇല്ലേ മാഷാഅല്ലാഹ് ഞാനാണ് കേട്ടോ അധികം ഇക്കാൻ്റെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം സെലക്ട് ചെയ്യൽ. ഇക്കാക്ക് ഞാൻ സെലക്ട് ചെയ്യൽ ഇഷ്ടമെന്ന്. ഇക്കയിൽ ഞാൻ കണ്ട ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് ചോദിക്കും ഇത് രസമുണ്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് ഇക്ക അധികം എടുക്കൽ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര മാഷാഅല്ലാഹ് ഭയങ്കര സന്തോഷമായിട്ട് തോന്നുന്നുണ്ട്. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ ഡ്രസ്സും കാര്യങ്ങളെല്ലാം എടുത്ത് കുട്ടികൾ ഗെയിം സെൻറ്ററിൽ ആക്കും കേട്ടോ. പിന്നെന്താ ഒരിക്കലും ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരാൻ മടിയായിരിക്കില്ലേ. എനിക്കത് ജ്യൂസ് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്യലാണ്. പിന്നെന്താ അങ്ങനെ ഓൻ്റെ ഓരോരോ ആവശ്യങ്ങളായിട്ട് മുഖ്യക്കാരൻ്റെ കയ്യിലും പിടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മിഠായി ഒരു ലോലിപ്പോപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പക്ഷേ ലോലിപ്പോപ്പെല്ലാം വാങ്ങിക്കഴിഞ്ഞാൽ ഓന് എന്താ പറയുക അന്നേരം തന്നെ അത് ഒഴിവാക്കും. അങ്ങനെ അത് എന്താ പറയുക ഇക്കാൻ്റെ കയ്യെല്ലാം പിടിച്ച് അത് വാങ്ങിത്താന്നെല്ലാം പറഞ്ഞ് പറയലാണ്. പിന്നെന്താ ഇക്കാൻ്റെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം എടുത്ത് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഞാനിവിടെ. ഇതൊക്കെയെല്ലാം എന്താ പറയുക ഇതെല്ലാം തന്നെയാണ് കേട്ടോ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ. ഞാൻ അധികം ഷോപ്പിംഗ് വീഡിയോയും കാര്യങ്ങളൊന്നും ഷെയർ ആക്കില്ല. അധികം എനിക്ക് കമൻസ് വരുത്തുന്നുണ്ട്, അതും കൂടി ഉൾപ്പെടുത്തണം എന്നാലാണ് ഒരു വീഡിയോ ഭയങ്കര പെർഫെക്റ്റായിട്ട് തോന്നാമെന്നല്ലോ. ഓരോ സമയമെല്ലാം വീഡിയോ എടുക്കാനും മറന്നു പോകും. നമുക്ക് ആ ഒരു പുറത്ത് പോകുമ്പോൾ നമുക്ക് തന്നെ ഒരു പുറത്ത് നോക്കും കാര്യങ്ങളെല്ലാം നമുക്ക് ക്യാമറ എടുത്തിട്ട് നടക്കുമ്പോൾ നമുക്ക് എന്തുപോലെ ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് എടുക്കാത്തത്. പിന്നെ ആരും ഇല്ലാത്ത സ്ഥലത്തു നിന്നെല്ലാം ഒരാളെല്ലാം മാത്രം ഉണ്ടാകുന്ന സ്ഥലത്തു നിന്ന് അങ്ങനെ വീഡിയോ എടുക്കും. പിന്നെ ഇവിടെ വന്നിട്ടുണ്ടായിന് കണ്ണൂർ പയ്യാമ്പലം ബീച്ചിൻ്റെ അരുവത്ത് ഈ ഒരു സംഭവം ഭയങ്കര ടേസ്റ്റാണെന്നെല്ലാം ഇൻസ്റ്റയിൽ വീഡിയോ ആണല്ലോ. എനിക്ക് അധികമില്ലേ ഫുഡ് വീഡിയോസും കാര്യങ്ങളെല്ലാം കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഫുഡ് കഴിക്കുന്ന വീഡിയോസ് അതുപോലെ തന്നെ റിവ്യൂ കാര്യങ്ങളെല്ലാം പറയുന്ന വീഡിയോസില്ലേ, അപ്പോൾ ഇങ്ങനെ കാണും. അന്നേരം എനിക്ക് ഓരോരു സമയം അത് കഴിക്കണമെന്ന് തന്നെ തോന്നും. അങ്ങനെ ഞാൻ ഇക്കാനോട് പറഞ്ഞിട്ട് അത് നമുക്ക് കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട്, എല്ലാം കഴിഞ്ഞ് വൈകുന്നേരമല്ല രാത്രി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതൊന്ന് ഓർഡർ ചെയ്തിട്ട് നമ്മൾ കുറേയൊന്നും ഓർഡർ ചെയ്യൂല. ഇതിപ്പം അവർ വേറെ ആൾക്കാർക്കെല്ലാം ഉണ്ടാക്കുന്നതാണ്. നമ്മൾ 2 ബോക്സ് അങ്ങനെ രണ്ട് ഐറ്റം ഓർഡർ ചെയ്തിട്ടില്ലു. പിന്നെ മുഹമ്മദിന് ഫ്രഞ്ച് ഫ്രൈസും. അങ്ങനെ ജസ്റ്റ് ടേസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും എന്തായാലും എനിക്ക്. എൻ്റെ ഉമ്മാക്കലില്ലേ ഹോട്ടൽ ഫുഡ് ഉമ്മ കഴിക്കലില്ല, എന്തെല്ലോ ഉമ്മ ചിന്തിക്കും. പക്ഷിയില്ലേ എന്താ പറയുക എൻ്റെ ഒക്കെയും അങ്ങനെ തന്നെയാണ്. എനിക്ക് നാടൻ ഫുഡാണ് ഇഷ്ടം. പക്ഷേ ഞാൻ നേരെ വിപരീതമെന്നേ. എനിക്ക് നാടൻ ഫുഡ് ഇഷ്ടമാണ്, ഞാൻ ഉണ്ടാക്കുന്ന ഫുഡെല്ലാം എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് ഓരോരിക്കൽ നല്ല ടെൻഷനെല്ലാം ഉണ്ടാകുമ്പോൾ അധികം എനിക്ക് ടെൻഷൻ ഉണ്ടാകുമ്പം ഇങ്ങനെ എന്തെങ്കിലും ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് ഉണ്ട് എല്ലാം അല്ല, ഈ എന്താ പറയുക ഷവായി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല. ഫ്രൈഡ് ഐറ്റംസ് ഉണ്ടാവില്ലേ, ഈ എന്താ പറയുക KFC അങ്ങനത്തെ എല്ലാം ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ്, ചിക്കൻ പോപ്സ് കാര്യങ്ങൾ അതെല്ലാം എനിക്ക് തിന്നതിനാൽ എന്തോ ടെൻഷൻ കുറയുന്ന പോലത്തൊരു ഫീലായിരിക്കും. പക്ഷേ നല്ലതേ അല്ല കേട്ടോ, അത് ഭയങ്കര മോശം സ്വഭാവമാണ്. പക്ഷെ എനിക്ക് അങ്ങനത്തെ ഐറ്റംസിനോട് ടെൻഷൻ വരുന്ന സമയം ക്രേവിങ്സ് ഉണ്ടാവും. അത് കഴിച്ചാൽ എൻ്റെ ടെൻഷൻ കുറയുമെന്ന് വിചാരിക്കും. സത്യം തന്നെയാണ്. ടെൻഷൻ വരുമ്പോൾ ഫുഡ് കഴിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. ടെൻഷൻ വരുമ്പോൾ ഞാൻ ആസ്വദിച്ച് ഫുഡ് കഴിക്കുക. ചിലപ്പോൾ നമുക്ക് കല്യാണത്തിനെല്ലാം പോയാലില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ തന്നെ കല്യാണം ഉണ്ടാക്കി ഞങ്ങൾക്ക് ഫുഡ് ഇറങ്ങൂല. കാരണം ഭയങ്കര ഹാപ്പി മൊമെൻറ്റ്സ് ആയിരിക്കില്ല അത്. അന്നേരം ഞാൻ ഫുഡ് കഴിക്കുകയും ചെയ്യില്ല. കല്യാണമെല്ലാം കഴിഞ്ഞ് ചിന്തിക്കും നല്ല ബിരിയാണിയാണ് കഴിക്കാൻ, കുറച്ചേ കഴിച്ചിട്ടുള്ളൂ അങ്ങനെയെല്ലാം ചിന്തിക്കുക. പക്ഷേ
എനിക്ക് ഭയങ്കര ടെൻഷനുള്ള ടൈം നല്ല ബിരിയാണി ഉണ്ടാക്കി തിന്നാൻ തോന്നും. അതുപോലെ തന്നെ എന്തെങ്കിലും ഇങ്ങനെ ഫ്രൈഡ് ഐറ്റംസ്, ചിക്കനോടാണ് കൂടുതലിഷ്ടം, അങ്ങനെ ഉണ്ടാക്കി തിന്നാൻ തോന്നും. അത് തിന്നതിനാൽ ഭയങ്കര സന്തോഷമായിട്ട് എനിക്ക് ഫീൽ ആകലുണ്ട്. പിന്നെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിനെ. കഴിക്കാൻ വേണ്ടിയിട്ട് കുറേ വെജീസും വേവിച്ച ആ ഒരു ഫ്രൈ ആയിട്ടുള്ള ചിക്കനല്ല, കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം തന്നെയാണ്, ചീസും കാര്യങ്ങളെല്ലാം തന്നെയാണ് ഇതിൽ കൂടുതലുള്ളത്. പിന്നെന്താ, അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഭയങ്കര കൊതിയായിട്ട് റീൽസും കാര്യങ്ങളെല്ലാം കണ്ടിട്ട് ഇതൊന്നും ടെൻഷനായിട്ട് വന്നിട്ട് കഴിച്ചിട്ടൊന്നുമല്ല. എന്താ പറയുക, റീൽസെല്ലാം കാണുമ്പോൾ നമുക്കൊരു കാര്യം കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര കൊതിയാണ്, അത് കഴിക്കണമെന്ന് അങ്ങനെ കൊതിയായിട്ട് വന്നിട്ട് കഴിച്ചതാണ്. എനിക്ക് കൂടുതൽ ഇഷ്ടം ഇങ്ങനെ വെജീസും ചിക്കൻ കാര്യങ്ങളെല്ലാം മിക്സ് ആയിട്ടുള്ള ഐറ്റംസ്, അതുപോലെ തന്നെ ചീസി ഐറ്റംസ്, പിസ്സ കാര്യങ്ങളെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. അങ്ങനെ എനിക്ക് ഫുഡിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടം കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ്. കഞ്ഞി ഉണക്കി വെച്ചത് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ബിരിയാണി, പിന്നെന്താ ഈ എന്താ പറയുക ഫ്രൈഡ് ഐറ്റംസ് ഒന്നും ഞാൻ പറഞ്ഞത്, ചീസി ഐറ്റംസ്, പിസ്സ, അങ്ങനത്തെ ഐറ്റംസ് ഇഷ്ടമില്ലാത്തത് വീണ് പോകും. അതാ മുഹമ്മദിൻ്റെ കഥ എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. എൻ്റെ മോക്കലല്ലേ മന്തി ഭയങ്കര ഇഷ്ടമാണ്. മൈസൂർ ചീസ് ഐറ്റംസ് വളരെ ഇഷ്ടമാണ്. എനിക്ക് മന്തിക്കും ഇങ്ങനത്തെ ഐറ്റംസ് ഓർഡർ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഐറ്റംസ് മൈസക്കെല്ലാം മന്തി അങ്ങനത്തെ എല്ലാം ഭയങ്കര ഇഷ്ടം. ഓരോരോ ആൾക്കാർക്ക് ഓരോരോ ഇഷ്ടങ്ങളായിരിക്കുമല്ലോ അങ്ങനെ. പിന്നെന്താ, ഇനിയിപ്പോൾ ഇതാ നമ്മളെല്ലാവരും കഴിച്ച്, ഇക്കാക്ക് ഇങ്ങനത്തെ ഐറ്റംസിനോട് ഇഷ്ടം കുറവാണ്. അതുകൊണ്ട് ഇക്ക അങ്ങനെ ടേസ്റ്റ് ചെയ്യുമെന്നല്ലാണ്ട് കഴിക്കൂല. ഞാനും മക്കളും തന്നെയാണ് കഴിക്കുക. പിന്നെന്താ, ഈ ഒരു ഐറ്റം കൂടി റീലിൽ കണ്ടിട്ട് അങ്ങനെ ഇതും കൂടി വാങ്ങിയിട്ടുണ്ടായിന്. മാഷാഅല്ലാ ടേസ്റ്റ് ഉണ്ട്. പിന്നെന്താ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും. ബൈ.